എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ആമേൻ. ഹൃദയം കലങ്ങാതിരിക്കാൻ കർത്താവ് പറയുന്ന കാര്യങ്ങളാണ് തുടർന്ന് കാണുന്നത്. അതിനെ മൂന്നായിട്ട് തിരിക്കാം. ഒന്ന്, പിതാവായ ദൈവത്തിലുള്ള വിശ്വാസം. രണ്ട്, മനുഷ്യനായി തീർന്ന ക്രിസ്തുവിലുള്ള വിശ്വാസം. മൂന്ന്, സ്വർഗ ഭവനത്തിലുള്ള വിശ്വാസം. നാലാമതൊരെണ്ണം കൂടെ ചേർത്താൽ കർത്താവിൻ്റെ രക്ഷണ്യ വേലയിലുള്ള വിശ്വാസം. ദൈവവിശ്വാസം ഒരു കോമണായ കാര്യമാണ്. ലോകത്തിലെ എല്ലാ നാട്ടിലുമുള്ള ആദിവാസികളുടെ ഇടയിൽ പോലും ഈശ്വര വിശ്വാസം ഉണ്ട്. അത് കല്ലിന് മുകളിൽ എണ്ണയൊഴിച്ച് കത്തിക്കുകയോ മറ്റേതെങ്കിലും രൂപങ്ങളെ വെച്ചിട്ട് അതിൻ്റെ മുൻപിൽ പോയി നമസ്കരിക്കുകയോ വിദൂരതയിലുള്ള ചില സ്ഥലങ്ങളിൽ പോയി ഭക്തിയോടുകൂടെ കർമ്മങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ എല്ലാം അടിയിൽ കിടക്കുന്ന വസ്തുത മനുഷ്യന്റെ ഉള്ളിൽ ദൈവബോധം ഉണ്ട്. അത് എന്ന് മുതൽ എന്ന് ചോദിച്ചാൽ റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18 മുതൽ വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. റോമർ 1:18 മുതൽ. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെ കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. ലോക സൃഷ്ടി മുതൽ ദൈവബോധം മനുഷ്യനിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. അവനിൽ സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. തുടർന്ന് വായിക്കാം. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അതാണ് നമുക്ക് വേണ്ട വാക്യം. ലോകത്തിലേക്ക് ദൈവ വെളിച്ചം ആരംഭകാലം മുതൽ വന്നുകൊണ്ടിരുന്നു. എങ്ങനെ എന്ന് റോമറിൽ പറയുന്നു. അവന്റെ നിത്യ
നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അപ്പൊ ഇപ്രകാരം ദൈവബോധം മനുഷ്യരിൽ പൂർവകാലം മുതൽ ഉണ്ട്. യഥാർത്ഥത്തിൽ ദൈവത്തെക്കുറിച്ച് അറിയാൻ സാധ്യമായത് അവർക്ക് വ്യക്തമായിരുന്നു. കാരണം ദൈവം അത് അവർക്ക് പ്രകടമായി നൽകിയിരിക്കുന്നു. The truth about God is plain to them. God has made it plain. ഇങ്ങനെ അവിടുന്ന് സൃഷ്ടിച്ച സകലത്തിലൂടെയും തന്റെ അനന്തമായ ശക്തി, ദിവ്യ സ്വഭാവം എന്നീ അദൃശ്യമായ ഗുണവിശേഷങ്ങൾ ലോക സൃഷ്ടി മുതൽ ഗ്രഹിക്കുവാൻ കഴിയുമായിരുന്നു. വിശദമായിട്ട് ഉള്ള ഒരു തർജ്ജിമയിൽ നിന്ന് വായിക്കുകയാണ്. ഇങ്ങനെ റോമർ 1:20 ഇങ്ങനെ അവിടുന്ന് സൃഷ്ടിച്ച സകലത്തിലൂടെയും സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, കാറ്റ്, കടല്, തിരമാല, തിമിംഗലം, അഗ്നി, മത്സ്യങ്ങൾ, മൃഗങ്ങൾ, ഇങ്ങനെ അവിടുന്ന് സൃഷ്ടിച്ച സകലത്തിലൂടെയും തന്റെ അനന്തമായ ശക്തി, ദിവ്യ സ്വഭാവം എന്നീ അദൃശ്യമായ ഗുണവിശേഷങ്ങൾ ലോക സൃഷ്ടി മുതൽ ഗ്രഹിക്കുവാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് മനുഷ്യന് യാതൊരു ന്യായീകരണവും പറയാൻ സാധ്യമല്ല. അപ്പൊ എന്ന് മനുഷ്യൻ ഇവിടെ വന്നു അന്നു മുതൽ ദൈവബോധം അവന്റെ ഉള്ളിലുണ്ട്. അത് ദൈവം കൊടുത്തതാണ്. അത് ദൈവം സൃഷ്ടിച്ചപ്പോൾ കൊടുത്തതാണ്. ദൈവം അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതിയപ്പോൾ അവനിലൊരു ദൈവീകതയാണ് പ്രവേശിച്ചത്. ആത്മാവെന്ന് നമ്മൾ അതിനെ വിളിക്കും. ആ അകം എന്ന് പറയുന്ന ആ ഭാഗം, അകത്തെ മനുഷ്യൻ, അവിടെ ദൈവബോധം നിലനിൽക്കുന്നു. എന്റെ ദൈവമേ എന്ന് അറിയാതെ മനുഷ്യൻ വിളിച്ചു പോകുന്നു. ദൈവബോധമില്ലാതെ ആരും ഇവിടെ ഇല്ല. ദൈവം ഇല്ലെന്ന് പറയുന്നത് തന്നെ എന്തുകൊണ്ടാണ്? ദൈവബോധം ഉള്ളത് കൊണ്ടാണ്. ഇല്ലാത്ത കാര്യത്തെ ഇല്ലെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. ഓക്കെ. എന്നാൽ എന്ത് സംഭവിച്ചു? റോമർ 1:21 അവർ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞുവെങ്കിലും ദൈവമായി അംഗീകരിച്ച് മഹത്വപ്പെടുത്തുകയോ നന്ദിയുള്ളവരായിരിക്കുകയോ ചെയ്തില്ല. പിന്നെ സ്വന്തം യുക്തിബോധം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാതെ അവരുടെ വിവേകശൂന്യമായ ഹൃദയം ഇരുളടഞ്ഞു പോയി. വിജ്ഞാനികൾ എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് അവർ വെറും മൂഢരായി മാറി. അനശ്വരനായ ദൈവത്തിന് മഹത്വം നൽകേണ്ടതിന് പകരം നശ്വരനായ മനുഷ്യൻ, പക്ഷികൾ, മൃഗങ്ങൾ, ഇഴജന്തുക്കൾ ഇവയുടെ സാദൃശ്യത്തിലുള്ള രൂപങ്ങൾക്ക് അവർ മഹത്വം കൽപ്പിച്ചു. അങ്ങനെ ദൈവബോധം വിഗ്രഹാരാധനയിലേക്ക് വഴിമാറി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ലഭിച്ച ദൈവബോധത്തിന് അനുസരണമായി പ്രതികരിക്കാതെ വന്നപ്പോൾ അവരുടെ അകക്കണ്ണ് ഇരുണ്ടു പോകുകയും അവർ വിഗ്രഹങ്ങളെ നിർമ്മിക്കാൻ നിർബന്ധിക്കപ്പെടുകയും ചെയ്തു. അപ്പോഴും അവർ നിരീശ്വരത്വത്തിലേക്ക് പോയില്ല. അവർ ദൈവത്തെ നിർമ്മിക്കാൻ തുടങ്ങി. വ്യക്തമായി ഇങ്ങനെ നമുക്ക് പഠിക്കാം. ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള ദൈവത്തെ നമ്മൾ ഉണ്ടാക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള ദൈവത്തെ നമ്മൾ ഉണ്ടാക്കുന്നു. ഇതാണ് ശരിക്കും വിഗ്രഹാരാധന. ഓക്കെ. അപ്പോഴും അവർ നിരീശ്വരന്മാരല്ല, അവർക്ക് ദൈവബോധമുണ്ട്. പിന്നെ മൂന്നാമത്തെ കൂട്ടർ വരികയാണ്.
ദൈവമില്ലെന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അത് നമുക്ക് പ്രസിദ്ധമായ 14 സങ്കീർത്തനത്തിൽ കാണാമല്ലോ. 53 സങ്കീർത്തനത്തിലും കാണാം, 14 സങ്കീർത്തനത്തിലും കാണാം. ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. ദൈവമില്ലെന്ന് പറയുന്നത് എന്തിനാണെന്ന് അവിടെ ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്ക് കാണാം. അതായത് അവരുടെ ഇഷ്ടത്തിന് അവർക്ക് ജീവിക്കാൻ ദൈവം ഒരു തടസ്സമാണ്. അപ്പൊ ഒന്നാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതും നന്നായിട്ട് കണക്ട് ചെയ്താ വരുന്നത്. ദൈവത്തെ ദൈവമെന്നോർത്ത് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്ത് അനുസരിച്ച് വണങ്ങാനുള്ള വിനയവും വിധേയത്വവും ഇല്ലാത്ത മനുഷ്യൻ, അവനെ പറ്റിയ ദൈവങ്ങളെ സൃഷ്ടിച്ചു. അനങ്ങാത്ത, ആക്ഷൻ എടുക്കാത്ത, കാണാത്ത കേൾക്കാത്ത ദൈവത്തെ അവൻ സൃഷ്ടിച്ചു. അതിന് പ്രത്യേക സ്ഥലങ്ങൾ ഉണ്ടാക്കി അവിടെ ചെന്ന് വന്നിച്ച് വണങ്ങി തിരിച്ചു പോരുന്നു. അപ്പോഴും അവന്റെ ഉള്ളിൽ ദൈവബോധമുണ്ട്. മൂന്നാമത്തെ കൂട്ടരെ നമ്മൾ കണ്ടത് 14 അല്ലെങ്കിൽ 53 അതിന്റെ 1 വാക്യം നമ്മൾ വായിച്ചത്, ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. അപ്പോ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നതിന് ദൈവബോധം ഒരു തടസ്സമായി വരുന്നത് കൊണ്ട് അവരവരുടെ ഉള്ളിലേക്ക് നോക്കി ദൈവമില്ലെന്ന് പറയുന്നു. ദൈവമില്ലെന്ന് ഹൃദയത്തിലാ പറയുന്നത്, അകത്താ പറയുന്നത്, അകത്തോട്ടാ പറയുന്നത്. കാരണം അകത്താണ് ദൈവം ഇരിക്കുന്നത്. ദൈവബോധം ഇവരെ ഡിസ്റ്റർബ് ചെയ്യുകയാണ്. ഇവരുടെ തോന്നിവാസങ്ങൾക്ക്, തന്നിഷ്ടത്തിന് ഒരു ഡിസ്റ്റർബൻസ് ആണ് ദൈവബോധം. അപ്പം ദൈവബോധത്തെ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവൻ ഓരോ കുഴപ്പം കാണിച്ചും രാത്രിയിൽ അവന്റെ മനസ്സിനോട് പറയും, ദൈവമില്ല, അതൊക്കെ ചുമ്മാ തോന്നുന്നതാ, ദൈവമില്ല. ദൈവമില്ലെന്ന് മൂഢൻ ഹൃദയത്തിലാ പറയുന്നേ. കാരണം ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവബോധം ഇവനെ ഡിസ്റ്റർബ് ചെയ്യുന്നു. അപ്പോ ദൈവബോധം മനുഷ്യ സൃഷ്ടി മുതൽ ലോകത്തിലുണ്ട്. ആ ദൈവബോധത്തെ ദൈവമെന്ന നിലയിൽ മനസ്സിലാക്കി ബഹുമാനിച്ചനുസരിച്ച് ആരാധിക്കാൻ മനുഷ്യന്റെ തന്നിഷ്ടം അനുവദിക്കാതെ വന്നപ്പോൾ അവന്റെ ഇഷ്ടത്തിന് ചലിക്കുന്ന ദൈവങ്ങളെ സൃഷ്ടിക്കുന്നു. അത് മൂഢന്മാരുടെ പണിയാണ്, പാവങ്ങളുടെ പണിയാണ്. എന്നാൽ ബുദ്ധിമാന്മാരുടെ പണിയാണ് ദൈവമില്ലെന്ന് സ്വന്തം മനസാക്ഷിയോട് പറയുക. ആ ബുദ്ധിമാനെ ദൈവം മൂഢനെന്നങ്ങ് വിളിച്ച് പരിഹസിക്കുകയാണ്. നിരീശ്വരന്മാരാരും മൂഢന്മാരില്ല. സ്ട്രോങ് ആളുകൾക്ക് നിരീശ്വരവാദം പറയാൻ പറ്റൂ. A.T. കോവൂരും ഇടമറുകും MC ജോസഫും ഒക്കെ സ്ട്രോങ് മനുഷ്യരാണ്. അപ്പൊ മൂഢനെന്ന് ബൈബിൾ അവരെ വിളിച്ചത് അവർക്ക് അറിവുണ്ടെന്ന് അവർക്ക് തോന്നുന്നതിനെ ദൈവം പരിഹസിച്ചതാണ്. അപ്പൊ ഇങ്ങനെ ദൈവബോധം മനുഷ്യർക്കുണ്ട്.
യേശു കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ മനസ്സ് തളരാതിരിക്കാൻ 4 കാര്യം ഞാൻ നിങ്ങളോട് പറയാം. 1, നിങ്ങൾ ദൈവത്തെ ഉള്ള വലിപ്പത്തിൽ കാണുക. ദൈവത്തെ ഉള്ള വലിപ്പത്തിൽ മനസ്സിലാക്കുക. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് ഹൃദയം നിറയുക. പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ ഇവിടെ നമുക്ക് ചേർക്കാം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം. അത് താൻ ലേഖനത്തിൽ പറഞ്ഞതല്ല, അതുകൂടാതെ താൻ അനുഭവത്തിൽ ഒരിക്കൽ പറയുന്നു. സഹോദരന്മാരെ, ഈ കടലിൽ നമ്മൾ മരിച്ചു പോകയില്ല. നമ്മുടെ സാധനങ്ങളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടും, നമ്മുടെ കപ്പല് തകരുമായിരിക്കും, പക്ഷെ നമ്മൾ മരിക്കയില്ല. എന്നോടത് പറഞ്ഞത് എൻ്റെ ദൈവമാണ്. എത്ര ക്ലാരിറ്റിയുള്ള ദൈവവിശ്വാസാന്ന് നോക്കി. അത് പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ ഒടുവിലത്തെ ഭാഗത്താണ്. 27-ാം അധ്യായത്തിൽ ആ കാര്യം പറഞ്ഞിരിക്കുന്നത് ഏത് അവസരത്തിൽ വായിച്ചാലും ഭയങ്കര സ്പാർക്കിംഗ് ഉള്ള വാക്യമാണ്. ഇരുപത്തിയേഴാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങൾ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു, പൗലോസെ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിപ്പിൻ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. എന്നെ വാക്യാ നോക്കി. ദൈവത്തിൽ വിശ്വസിക്കാന്ന് പറഞ്ഞ എന്നാ ഇപ്പൊ പിടികിട്ടിയോ? ദൈവത്തിൽ വിശ്വസിക്കാന്ന് പറഞ്ഞ എന്താ? ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞ എന്താ? അദ്ദേഹം 2 പ്രാവശ്യം മറ്റുള്ളവരോട് പറയാ, ധൈര്യമായിരിക്കുക. പറയാൻ എളുപ്പല്ലേ? ധൈര്യമായിരിക്കുക. എങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെടും? കടൽ ഇതുപോലെ കോപിച്ച് 14 ദിവസമായിട്ട് സൂര്യനെ കാണാൻ പറ്റാതെ, കൊടും തണുപ്പത്ത് ഭക്ഷണം കഴിക്കാതെ കിടക്കുമ്പോൾ പറയുക ധൈര്യത്തോടെ ഇരിക്കാൻ. ധൈര്യത്തോടെ ഇരിക്കാൻ ഒറ്റ കാര്യം മതി, ദൈവത്തെ അറിയേണ്ട പോലെ അറിഞ്ഞാൽ മതി. അതിനു മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിതൊക്കെ നേരത്തെ പറഞ്ഞതല്ലേ. 21-ഉം 22-ഉം വായിച്ച. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ അടുക്കൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എന്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഞാൻ ദൈവ നടത്തിപ്പിൽ ജീവിക്കുന്ന മനുഷ്യനാണ്, പക്ഷെ നിങ്ങൾ അനുസരിച്ചില്ല. പക്ഷെ എന്നാലും എന്റെ ദൈവം അങ്ങനെ കൈവിടുന്നവനല്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ. ഈ തലമുറയിൽ 10 പേരോട് ധൈര്യമായിട്ടിരിക്കാൻ പറയാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ സൂമിൽ പോയി വന്നിരിക്കുന്ന 100 ഡിവൈസ്. എവിടെയാ ഇപ്പൊ ധൈര്യമായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലം?
ഗൾഫിലെ സകല പ്രതീക്ഷ തിരിച്ചു പോരാന്ന് വെച്ചാൽ കേറിപ്പോരാൻ വണ്ടിയില്ല. എല്ലായിടത്തും മനുഷ്യർ അസ്വസ്ഥരായിരിക്കുമ്പോൾ ധൈര്യമായിരിക്കുന്ന സമൂഹത്തോട് പറയാൻ കഴിയുന്നത് ആരെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം പെന്തക്കോസ്തുകാരെന്നല്ല, ദൈവത്തെ അറിയുന്നവനെന്നാണ്. ദാനിയേൽ പറയുന്ന ഒരു വാക്കുണ്ട്, തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ദൈവവിശ്വാസം ഹൃദയത്തിന്റെ കലക്കങ്ങളെ അതിജീവിക്കാൻ നമ്മെ സഹായിക്കും. കർത്താവ് പുതിയ കാര്യമൊന്നുമല്ല, പഴയ കാര്യം പറയുകയാണ്. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം 32-ാം വാക്യം, എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്തെങ്കിലുമൊക്കെ ചില സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വരുമായിരിക്കും. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായി ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിപ്പീൻ. ദൈവം നിന്നോട് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് നീ ചിലരോട് ഭയപ്പെടേണ്ടെന്ന് പറയാനാ? എഴുതി വെച്ചോളൂ. നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടില്ലേ, 365 പ്രാവശ്യം ബൈബിളിൽ എഴുതിയിരിക്കുന്നു ഭയപ്പെടേണ്ടെന്ന്. അപ്പൊ ഒരു വിശ്വാസിക്ക് ഒരു ദിവസമെങ്കിലും ഈ പ്രോമിസെ പിടിക്കാം, ഭയപ്പെടേണ്ട. അതെന്തിനാ പറഞ്ഞെന്നറിയാവോ? നീ ഒരു 100 പേരോട് പറയണം ഭയപ്പെടേണ്ട. കപ്പലിലുള്ള 300ഓളം ആളുകളുടെ മുഖത്ത് നോക്കി പൗലോസ് പറയുന്നു, ഭയപ്പെടേണ്ട. എന്തുകൊണ്ട്? എന്നോട് എന്റെ ദൈവം ഇന്നലെ പറഞ്ഞു ഭയപ്പെടേണ്ടെന്ന്. എന്നോട് അങ്ങനെ പറഞ്ഞതിന്റെ കാരണം നിങ്ങളോട് അങ്ങനെ പറയാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം ഒരുത്തനെ ധൈര്യപ്പെടുത്തുന്നത് അവൻ അനേകരെ ധൈര്യപ്പെടുത്താനാണ്. ദൈവം ചിലരെ ആശ്വസിപ്പിക്കുന്നത് അവൻ അനേകരെ ആശ്വസിപ്പിക്കാനാണ്. ദൈവം ചിലരുടെ മുറിവ് കെട്ടുന്നത് അവൻ ചിലരുടെ മുറിവ് കെട്ടാനാണ്. ദൈവം ചിലർക്ക് സമ്പത്ത് നൽകുന്നത് അവൻ ചിലരെ സാമ്പത്തികമായി സഹായിക്കാനാണ്. അപ്പൊ ദൈവവിശ്വാസം എന്ന് പറയുന്നതിന്റെ ആ ക്ലാരിറ്റി കാണാൻ അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം വളരെ മികച്ച ഒരു ചാപ്റ്ററാണ്. അപ്പോ ഹൃദയം കലങ്ങാതിരിക്കാനുള്ള ഒന്നാമത്തെ സിദ്ധൌഷധം ഒരു പിതാവ് നമുക്കുണ്ട് എന്നതാണ്. എന്റെ പിതാവിന്റെ ഭവനം എന്നാ പറയുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയമില്ല, കാരണം അവർക്കൊരു അപ്പനുണ്ട്. അവർക്ക് കളിയും തമാശയും കാര്യങ്ങളും കരച്ചിലും എല്ലാം അമ്മയുടെ അടുത്താണെങ്കിലും അവരുടെ ധൈര്യം അവരുടെ അപ്പന്റെ അടുത്ത്. അപ്പനുണ്ടെങ്കിൽ സെമിത്തേരിയിൽ പോകാൻ പിള്ളേർക്ക് ഭയമില്ല. അപ്പനുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകാനും പിള്ളേർക്ക് പേടിയില്ല.
അപ്പനുണ്ടെങ്കിൽ എവിടെയും പോകാം. അപ്പനുള്ളവൻ അനാഥനല്ല. അപ്പനുള്ളവൻ ഭീരുവല്ല. അപ്പനുള്ളവൻ തളരുകയില്ല. ഭയം മാറാൻ എന്താ മരുന്നെന്നുള്ള ചോദ്യത്തിന് ഒരു ദൈവഭക്തൻ പറഞ്ഞ മറുപടി ഇതാണ്: ഭയത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മയക്കുമരുന്ന് മാത്രമേ ഉള്ളൂ. ഭയം ഓവറായിട്ട് വന്നാൽ മരുന്നില്ല, മയക്കുമരുന്നേ ഉള്ളൂ. മയങ്ങി കിടന്നാൽ പിന്നെ ഭയമില്ലല്ലോ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതാണ്. ഭയമില്ലാത്ത ഒരുത്തൻ കയ്യെ പിടിച്ചോണ്ട് പറയണം ഭയപ്പെടേണ്ടത്. അതാ ഭയത്തിനുള്ള മരുന്ന്. ഞങ്ങളുടെ സെന്ററിൽ ഒരു ശുശ്രൂഷകന് കുറച്ചു കാലം ഒരു ഡിപ്രഷൻ പോലെ വന്നു. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിട്ട് അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന് അദ്ദേഹത്തിന്റെ തോളിൽ ഇങ്ങനെ കൈവച്ച് ഒരു 15 മിനിറ്റ് ഇരുന്നു. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ആ കാര്യം പറയും. വാസൊന്നും വേണ്ടിയില്ല, കൈ എങ്ങനെ വെച്ചേ ഉള്ളൂ. ആ 15 മിനിറ്റ് കൊണ്ട് ഞാൻ അനുഭവിച്ച സമാധാനം ഭയങ്കരമാണെന്ന് തോന്നുന്നു. ഒരു സ്പർശനത്തിന് എന്തൊരു ശക്തി ഉണ്ടെന്ന്. അതുപോലെ ഇന്ന് രാവിലെ ഒരുവൻ നമ്മുടെ തോളെ തൊട്ടിട്ട് പറയുക, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. യേശുക്രിസ്തു പറയുന്നു, നമുക്കൊരു പിതാവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. രണ്ടാമത്തെ കാര്യം, എന്നിൽ വിശ്വസിപ്പീൻ. അതെന്താണ്? മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിൽ വിശ്വസിക്കുക. എല്ലാ ജാതികൾക്കും എല്ലാ മനുഷ്യർക്കും ദൈവവിശ്വാസമുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വളരെ കുറച്ചു പേർക്കേ ഉള്ളൂ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ പൂർണ്ണ മനുഷ്യനായ ദൈവം, പൂർണ്ണ ദൈവമായ ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്നു എന്ന വിശ്വാസം. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിത്യജീവൻ പ്രാപിക്കാം എന്ന വിശ്വാസം. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ സുരക്ഷിതരായിരിക്കും എന്ന വിശ്വാസം. യേശുവിൽ വിശ്വസിക്കുക. മൂന്നാമത്തെ, മനസ്സ് തകരാതിരിക്കാനുള്ള മൂന്നാമത്തെ മാർഗം, നമുക്കൊരു വീടുണ്ട്. വിശ്വസിക്കാനൊരു പിതാവ്, ആശ്രയിക്കാനൊരു കർത്താവ്, പോകാനൊരു വീട്. ഇതിക്കുള്ള എന്നാ വേണ്ടത്? വിശ്വസിക്കാനൊരു പിതാവ്, ആശ്രയിക്കാനൊരു കർത്താവ്, പോകാനൊരു വീട്. ഇതിക്കുള്ള എന്താ വേണ്ടേ? ഈ പിതാവിന്റെ ഭവനത്തിൽ എന്തെല്ലാം പ്രത്യേകതകളുണ്ട്? There are so many rooms എന്ന് തന്നെ പറഞ്ഞിരിക്കും. അനേകം. അതിന്റെ വലിപ്പം വർണ്ണിക്കാൻ ആർക്ക് കഴിയും? ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊള്ളാവുന്ന ആ വീടിന്റെ വലിപ്പം വർണ്ണിക്കാൻ ആർക്ക് കഴിയും? There are so many rooms.
അതിന്റെ എണ്ണവും കണക്കും സ്ക്വയർ ഫീറ്റ് ഒന്നും പറയാൻ സാധ്യമല്ല. കർത്താവ് ഒരിക്കലും വ്യാജം പറയുകയില്ല. കർത്താവ് വ്യാജം പറയുമോ? തിരുമാലയുടെ മുകളിലൂടെ യേശു നടക്കുന്നത് കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാൻ വരട്ടെ. വന്നു. വ്യാജം പറയുകയായിരുന്നെങ്കിൽ കർത്താവ് പറഞ്ഞ കേട്ടിറങ്ങിയ പത്രോസ് മുങ്ങിപ്പോകുമായിരുന്നു. പത്രോസ് മുങ്ങിപ്പോകാതെ ഇരിക്കാൻ കാരണം യേശു അവനെ കൈനീട്ടി പിടിച്ചു. കർത്താവ് വ്യാജം പറയത്തില്ല. അവന്റെ വാക്ക് വിശ്വസിച്ചവൻ മുങ്ങിപ്പോകയില്ല. കർത്താവ് പറയുന്നു, നമുക്കൊരു വീടുണ്ട്, നമുക്കൊരു വീടുണ്ട്, അത് എന്റെ പിതാവിന്റെ ഭവനമാണ്. എന്റെ പിതാവ് നിങ്ങളുടെയും പിതാവാണ്. നാലാമത്തെ കാര്യം, കർത്താവിന്റെ പ്രവൃത്തി. അത് സാധാരണഗതിയിൽ നമ്മൾ അധികം ചർച്ച ചെയ്യാത്ത കാര്യമാണ്, പ്രസംഗിച്ച് കേൾക്കാത്ത കാര്യമാണ്. അതിതാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. സ്ഥലമൊരുക്കിയാൽ ഇത് ഒന്ന് തൊട്ടു പറയട്ടെ. പഴയകാലം തൊട്ട് ദേവദാസന്മാർ പറഞ്ഞു കേട്ട കാര്യങ്ങൾ ഇതാണ്. ആ കെട്ടിടം ഇപ്പോഴും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്നാ കെട്ടിടായിരിക്കും? അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുള്ള ചിന്തയാണെങ്കിലും, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലവും ഉണ്ടാക്കിയ കർത്താവ് നമുക്ക് വേണ്ടി ഒരു ഭവനം ഈ 12,000 കൊല്ലമായിട്ട് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ചിന്ത നല്ലതാണെങ്കിലും ഞാൻ അതിനൊരു മറുവശം പറയട്ടെ. ഈ വാക്കുകൾ പറയുമ്പോൾ യേശു മരിച്ചിട്ടില്ല. യേശു സ്ഥലം ഒരുക്കാൻ പോകുന്നെന്നും പറഞ്ഞ് പോയത് കാൽവറി കുരിശിലേക്കാണ്. കുരിശിൽ വെച്ചാണ് സ്ഥലം ഒരുക്കുന്നത്. ആ കുരിശിലൂടെ രക്ഷപ്പെടാനുള്ള മുഴുവൻ മനുഷ്യരെയും ഒരുക്കിക്കൊണ്ടിരിക്കുക. മറ്റേത് ഇരുന്നോട്ടെ, മറ്റേ വ്യാഖ്യാനം ഇരുന്നോട്ട്, കളയണ്ട. കർത്താവ് പുതിയ യെരൂശലേമിന്റെ പെയിന്റിങ്ങിലാണ് എന്ന് പറയുന്നത് കുഴപ്പമില്ലെങ്കിലും എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഇതാണ്. ക്രൂശിലൂടെയുള്ള ദൈവപ്രവൃത്തിയാണ് ഈ സ്ഥലമൊരുക്കുക എന്ന് പറയുന്നത്. സ്ഥലമൊരുക്കുന്നതിനകത്ത് നമ്മളെ ഒരുക്കണമല്ലോ. മറ്റേതാ നമുക്കിഷ്ടം. ഭയങ്കര വലിപ്പമുള്ള വീടായതുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് ഒരുക്കുന്നത് എന്നുള്ള ഒരു ചിന്ത, പഴയ ചിന്തയാണ്, രസകരമാണ്. ഇന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ലോകത്തിൽ അനേകർ രക്ഷിക്കപ്പെടുകയാണ്. ആ ഭവനമൊരുക്കൽ പ്രക്രിയ ക്രൂശിലൂടെ നടന്നുകൊണ്ടിരിക്കുക.
അപ്പൊ അതൊരു ആത്മീക കാര്യമാണ്. കെട്ടിടത്തിന്റെ വലിപ്പം ആ കാര്യങ്ങളൊന്നും അല്ല ഇവിടെ പ്രസക്തിയോടെ ഇരിക്കുന്നത്. കർത്താവിന്റെ രക്ഷണ്യ വേലയാണ് നമ്മുടെ ഭവനത്തിന്റെ ഒരുക്കം. ഈ ഭവനത്തിന്റെ പ്രത്യേകത അത് കർത്താവിന്റെ ക്രൂശിലൂടെ ഒരുക്കപ്പെടുന്നതാണ്. സ്തോത്രം. അടുത്ത പ്രത്യേകത, അവിടേക്ക് ആർക്കും തനിയെ പോകാൻ കഴിയില്ല. അവിടേക്ക് കർത്താവ് ആരെയെങ്കിലും കൊണ്ടുപോയാൽ മാത്രമേ അവിടെ പോകാൻ പറ്റൂ. നാലാം വാക്യം, ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. അതിനു മുമ്പ് യേശു പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. ഞാൻ വന്നാണ് കൊണ്ടുപോണത്. നിങ്ങൾക്ക് തനിയെ വരാൻ കഴിയുകയില്ല. ഞാനാണ് വഴി, ഞാനാണ് സത്യം. അപ്പോൾ കർത്താവിന്റെ പ്രവൃത്തിക്കകത്ത് എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? കർത്താവിന്റെ മനുഷ്യാവതാരം, ത്യാഗയാഗം, ത്യാഗം, യാഗം, മരണം, അടക്കം, ഉയർപ്പ്. അതിന്റെ പൂർത്തീകരണം അവന്റെ മടങ്ങി വരവില്ല. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയ പ്രവൃത്തിയാണ് രക്ഷണ്യ പ്രവൃത്തി. പിതാവിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, സ്വർഗഭവനത്തിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിന്റെ രക്ഷണ്യ വേലയിലുള്ള വിശ്വാസം. ഇങ്ങനെ നാലായിട്ട് തിരിച്ചാണ് ഈ വിശ്വാസത്തെ ഇവിടെ നിർവചിച്ചിരിക്കുന്നത്. ഹൃദയം കലങ്ങാതിരിപ്പാൻ ഈ വിശ്വാസത്തെ ആഴത്തിൽ ഉറപ്പിച്ച് ഈ സമൂഹത്തിൽ ചിലരെ ധൈര്യപ്പെടുത്താൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഭയപ്പെടുന്ന ചിലരോട് ഭയപ്പെടണ്ട എന്ന് പറയാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന കുറച്ച് മനുഷ്യർ ഈ ദേശത്ത്, ഈ രാജ്യത്ത്, ഈ സമൂഹത്തിൽ എഴുന്നേൽക്കട്ടെ. പൗലോസിനെ ഒരു തടവുകാരനായി, ഒരു കുറ്റവാളിയായി കാണുന്ന കപ്പലിൽ നിന്നുകൊണ്ട്, അതിനകത്ത് ഒറ്റ മനുഷ്യർ പോലും തന്നെ ഒരു വിശ്വാസിയായിട്ടോ ഭക്തനായിട്ടോ കാണുന്നില്ല, തന്നെ ഒരു കുറ്റവാളിയായിട്ട് കാണുന്ന സമൂഹത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഭയപ്പെടേണ്ട, എന്റെ ദൈവം ഇന്നലെ എന്റെ റൂമിൽ വന്നിരുന്നു. നാമും ഈ സമൂഹത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടായിരിക്കുന്നു. കുറ്റവാളികളെ പോലെ, മതം മാറ്റക്കാരെന്ന പേരിൽ, ഒറ്റുകാരെന്ന പേരിൽ നമ്മെ നോക്കുന്ന സമൂഹത്തെ എന്നെങ്കിലും ഒരിക്കൽ ധൈര്യപ്പെടുത്താനുള്ള അവസരം ദൈവം തരും. ഈ കാണുന്ന കാറ്റും കോളും യുദ്ധവും എല്ലാം നമ്മുടെ മിനിസ്ട്രിക്കുള്ള വാതിലുകളാണ്. ചിലരോട് ഭയപ്പെടേണ്ടെന്ന് പറയുന്നത് നമ്മുടെ ജോലി. ഇച്ചിലൂടെ ആ ഭാഗം ഒന്ന് ഓപ്പൺ ആക്കട്ടെ.
മനുഷ്യരെ പേടിപ്പിക്കുന്നതല്ല നമ്മുടെ ശുശ്രൂഷ, മനുഷ്യരെ ധൈര്യപ്പെടുത്തുന്നതാണ് നമ്മുടെ ശുശ്രൂഷ. നമ്മുടെ പ്രസംഗം, നമ്മുടെ ശുശ്രൂഷ എല്ലാം കഴിയുമ്പോൾ ആളുകൾ പേടിച്ച് പോകുന്നതല്ല. പേടിപ്പിച്ച ആളുകളെ നരകത്തിൽ നിന്ന് പേടിപ്പിച്ച് സ്വർഗത്തിലോട്ട് കയറ്റുന്നതല്ല. കർത്താവ് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ചിലരെ ധൈര്യപ്പെടുത്താൻ ഈ ക്ലാസ് മൂലം നമുക്കിടയാക്കട്ടെ. ഗോഡ് ബ്ലസ് യു.